സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 07/2018. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേരള സംസ്ഥാനം രൂപം കൊണ്ടത് താഴെ പറയുന്നവയിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഭാഷയാണ്. ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. ഓപ്ഷൻ സി ഭാഷ. കുസാറ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? കുസാറ്റ് ശാസ്ത്ര സാങ്കേതിക മേഖല. ഓപ്ഷൻ ഡി ശാസ്ത്ര സാങ്കേതിക മേഖല. ഏത് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഹംപി? ഹംപി ഏത് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു? വിജയനഗരത്തിന്റെ തലസ്ഥാനമായിരുന്നു ഹംപി. വിജയനഗരം. ഇന്ത്യയിൽ 1000 രൂപ നോട്ടുകൾ പിൻവലിച്ച തീയതി. ഇന്ത്യയിൽ 1000 രൂപ നോട്ടുകൾ പിൻവലിച്ച തീയതി 2016 നവംബർ 8 ആണ്. 2016 നവംബർ മാസം 8-ാം തീയതിയാണ് ഇന്ത്യയിൽ 1000 രൂപ നോട്ടുകൾ പിൻവലിച്ചത്. താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്? മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്: സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഓപ്ഷൻ എ ആണ് ഉത്തരം. സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള അവകാശമാണ് ഇപ്പോൾ മൗലികാവകാശങ്ങളിൽ പെടാത്തത്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. 1947 മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം എന്തായിരുന്നു? 1947 മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ചർക്കയായിരുന്നു. ചർക്ക. വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005-ലാണ്. ഓപ്ഷൻ ഡി 2005. അടുത്ത ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാടാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം. തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പരപ്പാറിലാണ്. പരപ്പാറിലാണ് തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ. ലോക കാലാവസ്ഥാ ദിനം. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരായിരുന്നു? സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ജസ്റ്റിസ് ഫാത്തിമ ബീവി. ജസ്റ്റിസ് ഫാത്തിമ ബീവി ആയിരുന്നു സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി. കേരളത്തിൽ അവസാനമായിട്ട് പൊതു തെരഞ്ഞെടുപ്പ് നടന്ന തീയതി. കേരളത്തിൽ അവസാനമായിട്ട് പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 2021 ഏപ്രിൽ മാസം 6-ാം തീയതിയാണ്. കേരളത്തിൽ അവസാനമായിട്ട് പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 2021 ഏപ്രിൽ 6-നാണ്. ചെന്നൈ ആസ്ഥാനമായ റെയിൽവേ മേഖല ഏതാണ്? ചെന്നൈ ദക്ഷിണ റെയിൽവേ ആണ്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ഏതാണ്? ചെന്നൈ ആണ്. വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ അടിസ്ഥാനം. വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ അടിസ്ഥാനം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ അടിസ്ഥാനം. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഭരണാധികാരിയായിരുന്ന കാലത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത്. താഴെ പറയുന്നവയിൽ ആരാണ് കുഞ്ഞാലി മരയ്ക്കർ? കുഞ്ഞാലി മരയ്ക്കർ ആരായിരുന്നു? സാമൂതിരിയുടെ നാവിക തലവനായിരുന്നു കുഞ്ഞാലി മരയ്ക്കർ. കുഞ്ഞാലി മരയ്ക്കർ സാമൂതിരിയുടെ നാവിക തലവൻ.
ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് എവിടെയായിരുന്നു? ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് ലാഹോർ സെൻട്രൽ ജയിലിലാണ്. ലാഹോർ സെൻട്രൽ ജയിലിലാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത്. താഴെ പറയുന്ന കായിക ഇനങ്ങളിൽ ഏതുമായി ബന്ധപ്പെട്ടയാളാണ് പിയ ശ്രീജേഷ്? പിയ ശ്രീജേഷ് ഹോക്കിയാണ്. ഹോക്കി. ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്നത് എന്നാണ്? ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27-നാണ്. 1957 ഏപ്രിൽ 27-നാണ് ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഭൂപൻ ഹസാരിക. കേരളത്തിലെ ദേശീയ ജലപാത താഴെ പറയുന്നവയിൽ ഏതാണ്? ദേശീയ ജലപാത കൊല്ലം കോട്ടപ്പുറമാണ്. കൊല്ലം കോട്ടപ്പുറം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സമരം ചമ്പാരൻ കർഷക സമരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ചമ്പാരൻ കർഷക സമരം. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികാസത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികാസത്തിനായിട്ട് ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലം. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ ആര്? മോത്തിലാൽ നെഹ്റു ആണ്. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ മോത്തിലാൽ നെഹ്റു. പമ്പ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? പമ്പ നദി ഒഴുകിച്ചേരുന്നത് വേമ്പനാട്ടു കായൽ. ഓപ്ഷൻ സി ആണ് ഉത്തരം. വേമ്പനാട്ടു കായൽ. താഴെ കൊടുത്തിട്ടുള്ള തീയതികളിൽ എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് 1936 നവംബർ 12. 1936 നവംബർ 12. ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതി ആരുടേതാണ്? ഗാന്ധിജിയും അരാജകത്വവും ആരുടെ കൃതിയാണ്? ചേറ്റൂർ ശങ്കരൻ നായരുടെ കൃതിയാണ് ഗാന്ധിജിയും അരാജകത്വവും എന്നത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? പട്ടം താണുപിള്ളയായിരുന്നു. പട്ടം താണുപിള്ള. ചാന്നാർ കലാപത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ചാന്നാർ കലാപത്തിന്റെ ലക്ഷ്യം മാറുമറയ്ക്കുവാനുള്ള അവകാശം. താഴെ പറയുന്നവയിൽ പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച പ്രസ്ഥാനം അരയ സമാജം. ചിന്നാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി. കേരളത്തിൽ ആദ്യമായിട്ട് തീവണ്ടി ഓടിയത് താഴെ പറയുന്നവയിൽ ഏത് റൂട്ടിലാണ്? തിരൂർ ബേപ്പൂർ റൂട്ടിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് തീവണ്ടി ഓടിയത്. തിരൂർ ബേപ്പൂർ. 35ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് ഏതാണ്? വ്യാപാരമാണ്. വ്യാപാരമാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം നെല്ലാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം നെല്ല്. കേരളത്തിന്റെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വതനിര ഏതാണ്? കേരളത്തിന്റെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വതനിര പശ്ചിമഘട്ടം. ഓപ്ഷൻ സി ആണ് ഉത്തരം. പശ്ചിമഘട്ടം. ബൊക്കോറോ ഉരുക്കുശാല ഏത് സംസ്ഥാനത്താണ്? ബൊക്കോറോ ഉരുക്കുശാല ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡ്. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? നെടുമ്പാശ്ശേരിയാണ്. ഓപ്ഷൻ ഡി നെടുമ്പാശ്ശേരി. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ടയാണ്. ആര്യഭട്ട. ഛോട്ടാ നാഗ്പൂർ എന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഒരു പീഠഭൂമിയാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്ര? ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ. 3214 കിലോമീറ്റർ. കേരളത്തിന്റെ ആദ്യ നിയമസഭാ സ്പീക്കർ ഇവരിൽ ആരായിരുന്നു?
ആർ ശങ്കരനാരായണൻ തമ്പിയായിരുന്നു കേരളത്തിൻ്റെ ആദ്യത്തെ നിയമസഭാ സ്പീക്കർ. ഓപ്ഷൻ ബി ആർ ശങ്കരനാരായണൻ തമ്പി. തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചെലവിൽ നൽകണം എന്ന് വിളംബരം ചെയ്ത മഹാറാണി ആരാണ്? മഹാറാണി ഗൗരി പാർവതി ബായിയാണ് തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചെലവിൽ നൽകണം എന്ന് വിളംബരം ചെയ്ത മഹാറാണി. ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7. ഓപ്ഷൻ ഡി 7. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ്. മീററ്റ്. അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ദേശീയ തലത്തിൽ ലോക്പാൽ ആണ്. ദേശീയ തലത്തിൽ ലോക്പാൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. 1907 ഇന്ത്യൻ ദേശീയ പതാക ജർമ്മനിയിൽ ഉയർത്തിയ വനിത ആര്? മാഡം കാമയാണ്. മാഡം ബിക്കാജി കാമ. ഒരു വ്യക്തിയുടെ ജീവിതത്യാഗത്തിലൂടെ രൂപീകൃതമായ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ആന്ധ്രാപ്രദേശ്. താഴെ പറയുന്നവയിൽ EMS നമ്പൂതിരിപ്പാട് രചിച്ച കൃതി ഏതാണ്? 1.25 കോടി മലയാളികൾ. EMS നമ്പൂതിരിപ്പാട് രചിച്ച കൃതിയുടെ പേരാണ് 1.25 കോടി മലയാളികൾ. ഇവയിൽ ഏതാണ് അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലാത്തത്? അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലാത്തത് ഏതാണ്? കൊച്ചിയാണ്. കൊച്ചി. ഇവിടെ നെടുമ്പാശ്ശേരി തന്നിട്ടുണ്ട്, മാറിപ്പോയത്. കൊച്ചിയാണ് അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലാത്തത്. ഇന്ത്യയിൽ ഇന്ന് നിലവിലില്ലാത്ത വാർത്താവിനിമയ ഉപാധി ഏതാണ്? ടെലിഗ്രാഫാണ്. ടെലിഗ്രാഫ്. കലാമണ്ഡലം ഗോപി ഏത് കലയിലെ ആചാര്യനാണ്? കലാമണ്ഡലം ഗോപി കഥകളിയാണ്. കഥകളി. കലാമണ്ഡലം ഗോപി ഏത് കലയിലെ ആചാര്യനാണ്? കഥകളി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മലയാളി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മലയാളി ആരാണ്? VP മേനോനാണ്. VP മേനോൻ. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതായിരുന്നു? അവസാനത്തെ ബഹുജന മുന്നേറ്റം ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ക്വിറ്റ് ഇന്ത്യ സമരം. വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് PN പണിക്കരുടെ ചരമദിനമാണ്. വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് PN പണിക്കരുടെ ചരമദിനം. ഭൂതത്താൻകെട്ട് ഏത് ജില്ലയിലാണ്? ഭൂതത്താൻകെട്ട് ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. ഭൂതത്താൻകെട്ട് ഏത് ജില്ലയിലാണ്? എറണാകുളം. കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം ഏതാണ്? കണിക്കൊന്നയാണ്. കണിക്കൊന്നയാണ് കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരം. ഓപ്ഷൻ എ തിരുവനന്തപുരം. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണ്. പന്നിയൂർ. 2017 പരിസ്ഥിതി ദിനം ഏത് ആശയത്തിന്മേലാണ് ആചരിക്കുന്നത്? മനുഷ്യനെ പ്രകൃതിയുമായി ഒന്നിപ്പിക്കാം. 2023 പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം വരുന്നത് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കാം എന്നതാണ്. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കാം. ബീറ്റ് ദ പ്ലാസ്റ്റിക്. ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. നിശാന്തതയ്ക്ക് കാരണം ഏത് വിറ്റാമിൻ്റെ അഭാവമാണ്? നിശാന്തതയ്ക്ക് കാരണം വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എ ആണ് നിശാന്തതയ്ക്ക് കാരണം. ലോക വന ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം? ലോക വന ദിനം മാർച്ച് 21 മാർച്ച് 21 ലോക വന ദിനമായിട്ട് ആചരിക്കുന്നത്. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? എലിപ്പനിക്ക് കാരണമായത് ബാക്ടീരിയയാണ്. ബാക്ടീരിയ. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം രക്തസമ്മർദ്ദമാണ്. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് രക്തസമ്മർദ്ദം.
മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ്? പുംബീജമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം, പുംബീജം. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം അപ്പിക്കോ പ്രസ്ഥാനമാണ്. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം അപ്പിക്കോ പ്രസ്ഥാനം. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ന്യൂട്രോൺ ആണ്. ന്യൂട്രോൺ ആണ് ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം. ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അലൂമിനിയമാണ്. അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചതാര്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് മോസ്ലി ആണ്. ഓപ്ഷൻ ഡി മോസ്ലി. ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ജൂൾ. വൈദ്യുത ബൾബിൽ വൈദ്യുതോർജം എന്തെല്ലാം ഊർജമായിട്ട് പരിവർത്തനപ്പെടുന്നു? എന്താണ്? പ്രകാശവും ലഭിക്കുന്നു, അതുപോലെ താപോർജവും. ഓപ്ഷൻ സി ആണ് പ്രകാശോർജവും താപോർജവുമായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം. ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണമാണ് തെർമോമീറ്റർ. മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിന് നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചലനത്തിന് തടസ്സമുണ്ടാക്കുന്ന ബലം ഏതാണ്? മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിന് നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചലനത്തിന് തടസ്സമുണ്ടാക്കുന്നത് ഘർഷണ ബലമാണ്. ഘർഷണ ബലം. ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത 3×10⁵ km/s ആണ്. 3×10⁵ km/s. പ്രകാശവർഷം എന്തിൻ്റെ ഏകകമാണ്? പ്രകാശവർഷം എന്നത് ദൂരത്തിൻ്റെ ഏകകമാണ്. ദൂരം. അടുത്തത് നോക്കുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ആൻസേഴ്സ് മാത്രമാണ് പറയുന്നത്. 81ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് 136. 82 ഓപ്ഷൻ എ 11/4. 83ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 27,000. 84 ഓപ്ഷൻ ഡി ആണ് ഉത്തരം 25. 85ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് 72 ലിറ്റർ. 86ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 36. 87 ഓപ്ഷൻ ബി ആണ് 5/24. 88ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് 57.5 രൂപ. 89 ഓപ്ഷൻ ഡി 384 കിലോമീറ്റർ. 90 ഓപ്ഷൻ സി ആണ് ഉത്തരം 2.1. 91 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 92ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് 36. 93 ഓപ്ഷൻ ഡി ആണ് ഉത്തരം 71. 94ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് MPST. 95ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാസിക ലേഖനം, ഖണ്ഡിക വാക്യം, വാക്ക് അക്ഷരം. 96 ഓപ്ഷൻ ഡി 196. 97 ഓപ്ഷൻ ബി ആണ് 31. 98ൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് 8. 99 ഓപ്ഷൻ സി ബി ആണ് ഉത്തരം. അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് 22. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.